എല്ലാവരും എല്ലാവരും ട്രംപിന് കീഴടക്കുക. ഉളുപ്പില്ലാത്ത ലോകമേ. നോറിസ് ലാൻഡിങ് 6 പേരും എടുക്കാം. സ്പോർട്സിൽ ലഹരിക്കെതിരെ ഒറ്റക്കെട്ട്. 4 സംസ്ഥാനങ്ങളിലെ 30 വിവരണക്കാരെ കുടുക്കി കേരളം. ട്രാക്കിൽ 88 കോടിയുടെ മയക്കുമരുന്ന്. അതൊക്കെ മയക്കുമരുന്നാണേ. എന്തെന്തോരെ പിടിക്കാതെ ഇപ്പോഴൊക്കെ പിടിക്കാതെ ഓടിയത്. ഇന്ത്യയിലാകമാന വിമാനമാർഗം സഞ്ചരിച്ച് MDMA വിൽപ്പന. വിമാനത്തോടെ ഇങ്ങനെ കൊണ്ടിറക്കുക, ഒരു പ്രശ്നമില്ല. ഡയറിക്കടുത്ത് ഇതുവരെ 5298 പേർ പിടിയിൽ. ജയിലിൽ പോകാൻ ഫേസ്ബുക്കിന് ഇന്ത്യയിൽ മുൻ പോലീസുകാർ 105 രൂപ പിഴയടക്കാൻ ചെലവ് 5000 രൂപ. എങ്ങനെയുണ്ട്? എന്നാലും പാടില്ല. എക്സൈസ് കേസെടുക്കണമെന്ന് പോലീസ്. വാവോ, ഇന്ത്യ ഏറ്റവും മലിനീകരണമുള്ള 5ാം രാജ്യമെന്ന് സ്വിസ് പഠനം. എന്ത്? ഇന്ത്യ ഏറ്റവും മലിനീകരണമുള്ള 5ാമത്തെ രാഷ്ട്രമാണെന്നാണ് ആ കണക്ക്. പേവാണല്ലോ. സ്വിറ്റ്സർലാൻഡ് നടത്തിയ പഠനമാണ്. എന്ത്? ഇന്ത്യ ഏറ്റവും മലിനീകരണമുള്ള 5ാമത്തെ രാജ്യമാണ്. നമ്മൾ അംഗീകരിക്കൂല. ഈ കണക്ക് തെറ്റാണ്. നമ്മുടെ കണക്ക് പ്രകാരം മലിനീകരണത്തിൽ 1ാം സ്ഥാനത്താണ് ഇന്ത്യ. അവർ മലിനീകരണത്തിൽ ഇന്ത്യ 1ാം സ്ഥാനത്താണ്. സ്വിറ്റ്സർലാൻഡിൻ്റെ പഠനം തെറ്റാണ്. അവർക്ക് 5ാം സ്ഥാനത്തെ കൂട്ടിയവർ. 180 രാഷ്ട്രങ്ങളോ അല്ലേ? ഇത് രാഷ്ട്രമൊക്കെ ഉണ്ട്. അതിൽ 5ാം സ്ഥാനം ഞങ്ങൾ സമ്മതിക്കൂല. ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ്. എൻ്റെ മക്കളെ, ഏറ്റവും വലിയ പുഴ ഏതാ? പബ്ദ് അടക്കണേ, മറ്റേ ഇതിനൊക്കെ കുംഭമേള അടക്കണ പുഴ. ഏത്തൊരു പേര് മറ്റേ ആ പുഴയിലൊക്കെ ഉള്ള സ്ഥിതി എന്താക്കറിയോ? 25 കോടി 30 കോടി ജനങ്ങൾ ഒന്നുപോയി അവിടെ. ഗംഗാനദിനും ഇതിലൊക്കെ തീർത്ത് അവിടെ ഒന്നുപോയി. 20 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവർ വന്ന് സംഗമിക്കേണ്ടത്. ഈ ആൾക്കാർ 40 കോടിയൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ 20 കോടി കൂട്ടിക്കോളി. ഈ 20 കോടി ജനങ്ങൾ 20 കിലോമീറ്റർ ഉള്ളിൽ വന്നാൽ എന്താ അവസ്ഥ ആലോചിക്കാടി? തൂറി വരഞ്ഞ് എരപ്പാക്കി ഒന്നായിട്ട്. നമുക്ക് ഡെയിലി തീട്ട് മൂത്രം എന്തായാലും പോകണല്ലോ, പുറത്ത് പോകണമല്ലോ. പോട്ടെ, എന്താ ഗംഗാനദിയൊക്കെ അവസ്ഥ? ഇപ്പം എന്തേ കാരണം വീഡിയോകളങ്ങനെ വരണ മലിനമാക്കിയിട്ട് ഏറ്റവും വൃത്തിക്കെട്ട. അതെന്നെ പറഞ്ഞത് പഠനത്തിൽ 5ാം സ്ഥാനം. 5ാം സ്ഥാനമല്ല, ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ്. ഇന്ത്യക്ക് ഇത്രയ്ക്ക് വൃത്തിക്കെട്ട് വൃത്തിയില്ലാത്ത ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. 20 കോടി 25 30 കോടി ജനങ്ങൾ കുംഭമേളക്ക് വന്നു. ഗംഗാനദിയുടെ തീരത്ത് എന്തൊക്കെ ആ സ്ഥലത്തിന് പേരുണ്ട്. 20 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവർ വന്ന് നിൽക്കേണ്ടത്. 20 കിലോമീറ്റർ ചുറ്റളവിൽ 25 30 കോടി ജനങ്ങൾ വന്ന എന്താ അവസ്ഥ എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെ തൂറണ്ടേ, മൂത്രിക്കണ്ടേ? എവിടെ ഇതൊക്കെ? പിന്നെ 10-15 കോടി ജനങ്ങൾ. നിങ്ങളൊന്ന് ആലോചിക്കണി. 30 കോടി 40 പറയും കേട്ടോ. ഞാൻ ഇപ്പോൾ 25 കോടിയെ കൂട്ടണം. ഇത്തിരി കോടി ജനങ്ങൾ അവിടെ ഒരു സ്ഥലം നിൽക്കണത്. കുംഭമേളക്ക് വന്നാലാണ് 3-4 ദിവസം നിന്നിട്ടാണ് പോണത്. ഒരാഴ്ചക്ക് നിന്നിട്ടാണ് പോവുക. ഇത്രയും ദിവസം അവിടെ തൂറി ബരകി ഏർപ്പ മെസ്സ് തൂറല്ലോ, നിർബന്ധമാണല്ലോ. 24 അവർ 24 മണിക്കൂറിൽ ഒരു മലമൂത്ര വിസർജനം നടത്തുന്ന നിർബന്ധമാണ്. മൂത്രം 4 5 3 വട്ടമൊക്കെ അതുമാണ് ഒഴിവാക്കുക. ഇതൊക്കെ എവിടെ? ഈ 20 കിലോമീറ്റർ ഉള്ളിൽ. എന്നിട്ട് സ്വിറ്റ്സർലാൻഡ് പഠനം നടത്തിയാലോ? വൃത്തികെട്ട രാജ്യങ്ങൾ, വൃത്തിയില്ലാത്ത രാജ്യങ്ങളെ കണക്ക് നോക്കുമ്പോൾ ഇന്ത്യക്ക് 5ാം സ്ഥാനമാണെന്നാണ് പറയുക. അല്ല, ഇത് കണക്ക് വെച്ചത് ഇന്ത്യക്ക് 1ാം സ്ഥാനമാണെന്നാണ് പറയല്ലേ. ഒന്നുകൂടി കണക്ക് കൂട്ടി എടുത്ത് നോക്കി. 1ാം സ്ഥാനത്താണ് ഇന്ത്യക്ക്.